നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. അർജൻറ്റീനയുടെ അടുത്ത എതിരാളി സ്വിറ്റ്സർലൻഡാണ്. കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ചാണ് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അതോടുകൂടി സ്വിറ്റ്സർലൻഡാണ് അടുത്ത അർജൻറ്റീനയുടെ എതിരാളി എന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. സ്വിറ്റ്സർലൻഡ് ഒട്ടും ചെറിയ മീനല്ല. കഴിഞ്ഞ രണ്ട് കളികൾ കേപ്പ് വെർദയ്ക്കും ഈജിപ്തിനെതിരെയും അർജൻറ്റീന അനുഭവിച്ചതാണത്. അതിശക്തമായിട്ടാണ് ഈ രണ്ട് ടീമുകളും കളിച്ചത്. അതുപോലെ തന്നെ ശക്തമായി കളിക്കാൻ എത്രയോ കാലമായി ലോകകപ്പുകളിൽ നിറഞ്ഞു നിൽക്കാറുള്ള സ്വിറ്റ്സർലൻഡിന് കഴിയും. അതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലൻഡിനെ ഭയപ്പെടേണ്ട ഒരു എതിരാളി തന്നെയാണ്. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് നോക്കൗട്ട് മത്സരങ്ങളും ശക്തമായ സമ്മർദ്ദം അതിജീവിച്ച് പിന്നിൽ നിന്ന് മുന്നിലേക്ക് കയറി വരികയായിരുന്നു. അതിൻ്റെ ഒരു ആത്മവിശ്വാസം, അങ്ങനെ ജയിക്കുന്ന ടഫ് മാച്ചസ് ജയിക്കുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം സ്വാഭാവികമായിട്ടും അർജൻറ്റീനയ്ക്ക് ഉണ്ടാവും. പക്ഷെ ആ ആത്മവിശ്വാസം കൊണ്ട് കാര്യമില്ല. സ്വിറ്റ്സർലൻഡ് പുതിയൊരു എതിരാളിയാണ്, പുതിയൊരു കളിയാണ്. ആ കളിയിൽ മികച്ച കളി പുറത്തെടുക്കാതെ സ്വിറ്റ്സർലൻഡിനെ മറികടക്കാൻ പറ്റില്ല. എന്തായാലും കൊളംബിയക്കെതിരെ 120 മിനിറ്റും കളിച്ചിട്ടും ഗോളടിക്കാൻ സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടാണ് പെനാൽറ്റി ഷൂട്ടൗട്ട് വേണ്ടി വന്നത്. ആ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് കൊളംബിയ മറികടന്നത്. ശക്തമായ മത്സരമായിരുന്നു, അതിശക്തമായ മത്സരമായിരുന്നു. കൊളംബിയയെ മറികടക്കുക അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ സ്വിറ്റ്സർലൻഡ് അവരെ മറികടന്ന് വരുന്നതുകൊണ്ട് തന്നെ അവരും നല്ല ആത്മവിശ്വാസത്തിലാണ്. അർജൻറ്റീനയുടെ കഴിഞ്ഞ രണ്ട് കളി പരിശോധിച്ചാൽ അർജൻറ്റീനയെ തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ എന്ന തോന്നൽ തീർച്ചയായിട്ടും സ്വിറ്റ്സർലൻഡിന് ഉണ്ടാവും. ആ നിലയിൽ തന്നെ അവരും ആക്രമിച്ച് കളിക്കുകയും അർജൻറ്റീനയെ കീഴടക്കാനും തന്നെയായിരിക്കും ശ്രമിക്കുക. അപ്പോൾ ക്വാർട്ടർ ഫൈനൽ അർജൻറ്റീനയ്ക്ക് അത്ര എളുപ്പമല്ല.